സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച കടുപ്പമേറിയ നഹ്സ് ആണ് എന്നും അന്ന് അത് ചെല്ലണം ഇത് ചെല്ലണം അങ്ങനെ ആക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കുകയുണ്ടായി. ഇവിടെ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ആ ബുധനാഴ്ചയിൽ നഹ്സ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സൂറത്തുൽ ഖമറിൽ കാണാം, ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ. ആ നിഷേധികളുടെ മേലിൽ ഉഗ്രമായ കാറ്റിനെ നമ്മൾ നിയോഗിച്ചു. ആ കാറ്റിനെ നിയോഗിച്ച ദിവസം ഏതാണ്? ഫീ യൗമി നഹ്സിൻ മുസ്തമിർ. അത് വിട്ടുമാറാത്ത ഒരു ദുശ്ശകുനത്തിന്റെ ദിവസത്തിലായിരുന്നു, ഒരു നഹ്സിന്റെ ദിവസത്തിലായിരുന്നു. ആ ദിവസത്തിൽ ജനങ്ങളെയൊക്കെ, മനുഷ്യരെ പറിച്ചെറിഞ്ഞു, കടപുഴകി വീണ ഈത്തപ്പന തടികളെ പോലെ നമ്മൾ അവരെ ആക്കി. ഇങ്ങനെ മുൻകാല സമൂഹത്തിൽ, ആദ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിയ അദാബുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഈ പറയുന്നത്. ഈ അദാബ് അവരിലേക്ക് ഇറങ്ങിയത് അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് അവസാനത്തെ ബുധനാഴ്ച നമ്മൾ നഹ്സായിട്ട് എണ്ണിപ്പോരാനുള്ള കാരണം. അതേസമയം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെയും അവർക്ക് അവരുടെ നല്ല ശകുനമാണ്. അത് ദിവസം ഏതാണെങ്കിലും. ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയം അത് ഏത് ദിവസമാണെങ്കിലും അതവരുടെ ദുശകുനത്തിൻ്റെ സമയമാണ്. ഇങ്ങനെയാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ദിവസത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് മുസ്തഫ മുത്തുനബിയുടെ ചില ഹദീസുകളിൽ ഉള്ളത് ആർക്കാണ്? അത് മുഅ്മിനീങ്ങൾക്കല്ല, അല്ലാത്തവരെ സംബന്ധിച്ച ഇടത്തോളമാണ്. അവർ ജാഗ്രത പുലർത്തേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അദാബ് വന്നിട്ടുള്ള ഒരു ദിവസമാണ്. അതേ സമയത്ത് ബുധനാഴ്ച ദിവസമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആഇന് ഇജാബത്ത് ലഭിച്ചത് അഹ്സാബ് യുദ്ധത്തിൻ്റെ സമയത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുധനാഴ്ച ദിവസം എന്ന് പറയുന്ന ദിവസത്തെ ദുആഇന്റെ ഇജാബത്തിന്റെ ദിവസമായി കണ്ട് മഹാന്മാർ ആ ദിവസത്തെ പ്രത്യേകമായി കണ്ടുപോന്നിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ മഹാന്മാർ അവർ ഇങ്ങനെയൊക്കെ ഉള്ള അദാബുകൾ ഇറങ്ങിയ ഒരു ദിവസമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ അവർ പലതും ചൊല്ലിപ്പോന്നും ജാഗ്രത പുലർത്തി. അദാബ് ഇറങ്ങിയ നാട്ടിലെത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നുണ്ടല്ലോ. അതേപ്രകാരം അത്തരത്തിലുള്ള ദിവസത്തിലും ഉള്ള ഒരു ശ്രദ്ധയുടെയും ഒരു കരുതലിൻ്റെയും ഭാഗമായി മഹാന്മാർ പലതും ചൊല്ലിപ്പോന്നും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സുബഹി നിസ്കരിച്ചാൽ അന്ന് അവനെ സംബന്ധിച്ചിടത്തോളം സുബഹി അദാ ആയിട്ട് റാഹത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവൻ്റെ ശകുനം പോയി. അതേ സമയത്ത് ഒരാൾ സുബഹി കരിച്ചിട്ടില്ലേ അന്നത്തെ ദിവസം അവനെ സംബന്ധിച്ചിടത്തോളം ദുശകുനുള്ള ദിവസമാണ്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിലെങ്കിലും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ്.